ഇന്ന് അതുവിന്റെ ചോറൂണ് വ്ളോഗാണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഒരു സിമ്പിൾ ലുക്കാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഷോപ്പിംഗ് വ്ളോഗിൽ നമ്മളൊരു കമ്മൽ വാങ്ങിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. ലാസ്റ്റ് മിനിറ്റ് അത് നോക്കിയപ്പോൾ കാണാനില്ല, പിന്നെ കിട്ടിയത് ഇട്ടുകൊണ്ടാണ് ഞാൻ റെഡി ആയത്. രാവിലെ ഒരു 8:30 ആകുമ്പോഴാണ് അമ്പലത്തിലോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചോറൂണും കൊടുക്കുന്നത്. ഇതേ സെയിം അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ കല്യാണവും. പിന്നെ അവന് തലേ ദിവസം തന്നെ നമ്മൾ ശബരിമലയിൽ വെച്ചിട്ടാണ് ആദ്യം ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അരന്തണ്ണനും അമ്മയും അച്ഛനും എൻ്റെ ഫാമിലിയിൽ നിന്ന് ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഫസ്റ്റ് ചോറൂണ് കൊടുത്തിട്ട് സെക്കൻഡ് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നല്ലെങ്കിൽ 3 അങ്ങനെയാണ് ചോറൂണ് കൊടുക്കേണ്ടതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകുമ്പോൾ അപ്പം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ 3 പേരുടെ ലുക്ക് എന്ന് പറയുന്നത്. അത് നല്ല ഹാപ്പി ആയിരുന്നു. രാവിലെ തന്നെ ആയിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടനും വന്നത് വേറെ ആരുമല്ല കേട്ടോ, സാന്ദ്രയുടെ ഹസ്ബൻഡാണ്. നമ്മൾ വർക്കിംഗ് ഡേയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നാളെ ആയി കഴിഞ്ഞാൽ അതിന് അടുത്ത 7 മന്ത് സ്റ്റാർട്ട് ആവും. അപ്പോൾ 6 മന്തിൽ തന്നെ കൊടുക്കണമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും വീണ്ടും ജോലിക്കൊക്കെ പോകണം. ഞാൻ അതും നല്ല രീതിക്ക് ഇരിക്കുമ്പോൾ തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം കുറച്ച് കഴിഞ്ഞ് ചൂടെടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് ഊരേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവന് ഈ കറങ്ങാൻ പോകാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും ഈ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ വലിയ ബഹളവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന്. അരന്തൻ്റെ കുറച്ച് ഫ്രണ്ട്സും വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അമ്മൂൻ്റെയും ഉണ്ണിയുടെ ഒക്കെ കുറേ ഫോട്ടോസ് എടുത്തിട്ടോ. പിന്നെ അരന്തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നൊക്കെ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരെയൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ അടുത്ത് കുറച്ച് പേര് മാത്രം വിളിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഓൾറെഡി എല്ലാവരും ടയേർഡായിരുന്നു. ഇന്നലെ ശബരിമലയിലൊക്കെ പോയിട്ട് വന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ചോറൂണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി എല്ലാവരും നല്ല ക്ഷീണത്തിലൊക്കെ ആയിരുന്നു. എനിക്ക് അരന്തൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. എൻ്റെയും അരന്തൻ്റെ അച്ഛൻ്റെ മടിയിൽ വെച്ചിട്ട് അവന് ഫുഡ് കൊടുക്കണമെന്നുള്ളത്. സാധാരണ എല്ലാവരും അച്ഛനെയും അമ്മമാരുടെ മടിയിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് അവരുടെ മടിയിൽ വെച്ചിട്ട് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഈ ഒരു കുഞ്ഞുവാവയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത ആൾക്കാർ അവരാണ്. അപ്പോൾ അവരുടെ മടിയിൽ വെച്ചിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തുലാഭാരം ഉണ്ടായിരുന്നു. അറിവായതിനു ശേഷം ആദ്യമായിട്ടാണ് തുലാഭാരമൊക്കെ നേരിട്ട് കാണുന്നത്. ആദ്യം ഇങ്ങനെ ഒരു 1 രൂപ വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ കൊടുത്ത സാധനമൊക്കെ വെക്കുന്നത്. എനിക്കിതൊന്നും അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ആദ്യം ജനിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ അറിയുന്നത് തന്നെ. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ചോറൂണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലൊന്ന് ചോക്കോരുടെയും കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ ചോക്ക ചേട്ടൻ ആദ്യം കണ്ടപ്പോൾ കുറച്ച് പിന്നെ ഓക്കെ ആയി. അപ്പോൾ ഫോട്ടോ ഒക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. വീട്ടിൽ നമ്മൾ ചെറിയൊരു തട്ടിക്കൂട്ട് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ആരും ഇല്ലായിരുന്നു. പിന്നെ ഉള്ളവരെ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം അവരൊക്കെ ഫുഡ് കഴിച്ച ശേഷം നമ്മളും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു.